നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുണമേന്മയേറിയ ചികിത്സ ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്വന്തമായ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഏറെക്കാലത്തിനു ശേഷമാണ് മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായ കെട്ടിടമാകുന്നത്. 2 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി വീണ ജോർജ് സൂചിപ്പിച്ചു. ഇത്തരത്തിൽ ഇവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചത് ഈ നാടിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നതാണ് എന്നുള്ളതും വ്യക്തമാക്കുന്നതാണ്. എനിക്കറിയാം നല്ല ചൂടുണ്ടാകും അവിടെ, പക്ഷെ ഈ ചൂടിനെയൊക്കെ അവഗണിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രിയങ്കരിയായിട്ടുള്ള ഭാർഗവി അമ്മയെ സംസ്ഥാന സർക്കാരിന് വേണ്ടി, സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അമ്മയോട് നന്ദി പറയുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വിജയം ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. കേരളത്തിൽ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് സർക്കാരിന് നൽകാൻ കഴിഞ്ഞത്. രാജ്യത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ കേരളമാണ് കൃത്യമായ കണക്കുകൾ നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ചില മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ലെന്നും മന്ത്രി സൂചിപ്പിച്ചു. കോവിഡ് സംബന്ധിച്ച കണക്ക് പുറത്തു വന്നപ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ, അതായത് കൃത്യമായി കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം. രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളമാണ് ഏറ്റവും മികച്ച നിലയിൽ കണക്കുകൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു പുഴയിലൂടെയും ഒരു മൃതദേഹവും ഒഴുകി നടന്നില്ല. ഒരു ആളും വെന്റിലേറ്റർ ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴും പലർക്കും, ചില മാധ്യമങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. 1-2 മാധ്യമങ്ങൾ. ചടങ്ങിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പനേശ്വരെ മന്ത്രി അഭിനന്ദിച്ചു. മുതുല ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്വന്തമായ കെട്ടിടം സർക്കാരിന്റെ 2 കോടി രൂപയും മുതുല ഗ്രാമപഞ്ചായത്തിന്റെ 23 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പിന്റെ 16 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. 1997 ആദ്യമായി ഈ പഞ്ചായത്തിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാകുന്നതിന് വേണ്ടി ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം ആരംഭിച്ചു. എന്നാൽ വർഷങ്ങളായി, ഏതാണ്ട് 10-28 വർഷത്തിലധികം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു. വിഷ്ണു ജയപ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, DMO ഡോക്ടർ KR വിദ്യ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, മുതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, വൈസ് പ്രസിഡന്റ് C മുകേഷ്, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും വർണ്ണശബളമായ ഘോഷയാത്രയും ഉദ്ഘാടന ചടങ്ങിന് മാറ്റേകി. മുതുതലയ്ക്ക് ഉത്സവ ചായ പകർന്നു നൽകിക്കൊണ്ടായിരുന്നു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രി സജ്ജമാക്കിയ ഡയാലിസിസ് യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടാമ്പി താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. റെയിൽവേയുടെ NOC ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വൈകിയത്. ഇതിനെല്ലാം പരിഹാരം കണ്ടുകൊണ്ട് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഉടൻ നടക്കുമെന്നും മന്ത്രി വീണ ജോർജ് സൂചിപ്പിച്ചു. പണ്ടേ അത് നിർമ്മാണം ആരംഭിച്ചു പോയേനെ, പക്ഷെ റെയിൽവേയുടെ ഒരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് NOC ആവശ്യമായിട്ടുണ്ടായിരുന്നു. നമുക്ക് വളരെ സ്ഥലം അവിടെ പരിമിതമാണ്. അതുകൊണ്ട് NOC ഒരു തരത്തിലും അവർ ലഭ്യമാക്കില്ല. റെയിൽവേ പല പ്രാവശ്യം സമീപിച്ചിട്ടും റെയിൽവേയുടെ മാനദണ്ഡ പ്രകാരം അത് അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ്
ഉടൻ പ്രാവർത്തികമാകുമെന്നും ഇതിന്റെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി യോഗത്തിൽ സൂചിപ്പിച്ചു. 2023 ഡിസംബർ പകുതിയോടെയാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പല സാങ്കേതിക പ്രശ്നങ്ങളാലും ഉദ്ഘാടനം നീണ്ടുപോകുകയായിരുന്നു. അതുകൊണ്ട് അതനുസരിച്ച് ക്രമീകരിച്ച് അവിടെ ഫൈനലായിട്ട് DPR തയ്യാറായി. ഉടനെ തന്നെ നമുക്ക് ടെൻഡർ ചെയ്ത് നിർമ്മാണത്തിലേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രി തന്നെ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡയാലിസിസ് മെഷീൻ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡയാലിസിസ് മെഷീൻസ് MLA ഫണ്ടിൽ നിന്ന് കൊടുത്തൊരു MLA കൂടിയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മോഹ്സിൻ. ഇവിടെ നിന്ന് അടുത്താണ് പട്ടാമ്പി. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ട്രയൽ റൺ നടക്കുകയാണ്. അതും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. കൂറ്റനാട് സ്വദേശിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ തൃത്താല സ്വദേശികൾ ഉൾപ്പെടെ 3 പേരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്താല, കൂടല്ലൂർ സ്വദേശികളായ മുഹമ്മദ് ഹനീഫ, രജീഷ്, മട്ടന്നൂർ സ്വദേശി അബ്ദുള്ള എന്നിവരാണ് അറസ്റ്റിലായത്. മെയ് 12 രാവിലെ 10 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കൂറ്റനാട് ന്യൂ ബസാർ ജംഗ്ഷനിൽ നിന്നും വേഗണാർ കാറിൽ കൂറ്റനാട് സ്വദേശി നൌഷാദിനെ പ്രതികൾ 3 ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് തൃശൂരിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് മർദ്ദിക്കുകയും ഷാൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിക്കുകയുമായിരുന്നു. നൌഷാദിനെ ഭീഷണിപ്പെടുത്തി 5 ചെക്കുകളിലും മുദ്രപേപ്പറിലും ഒപ്പുവെപ്പിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. കംബോഡിയയിൽ നിന്നും സിഗരറ്റ് ഇറക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ നൌഷാദ് ഇടനിലക്കാരനായി നിന്ന് കായംകുളത്തുകാരനായ വ്യക്തിയെ പ്രതികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ വ്യക്തി പ്രതികളിൽ നിന്നും പണം കൈപ്പറ്റുകയും ചെയ്തിരുന്നതായാണ് സൂചന. ഈ പണം ഇടനിലക്കാരനായി നിന്ന നൌഷാദ് നൽകണമെന്ന് പറഞ്ഞാണ് പ്രതികൾ 3 ചേർന്ന് നൌഷാദിനെ തട്ടിക്കൊണ്ടുപോയത്. അതേസമയം പണം നഷ്ടമായ സംഭവത്തിൽ നൌഷാദിന് യാതൊരു പങ്കുമില്ലെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികളെ തൃത്താലയിൽ നിന്നും ഒരാളെ തൃശൂരിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത്. പിടികൂടിയ പ്രതികൾക്കെതിരെ വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തിയുള്ള പിടിച്ചുപറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം യുവതിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത കേസിൽ 2 പേർ പിടിയിൽ. കൂട്ടുപാത സ്വദേശിനിയിൽ നിന്നുമാണ് 35 പവൻ സ്വർണം തട്ടിയെടുത്ത് പ്രതികൾ മുങ്ങിയത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം യുവതിയിൽ നിന്നും സ്വർണം തട്ടിയെടുത്ത് മുങ്ങിയ കേസിലെ പ്രതികളെയാണ് പട്ടാമ്പി പോലീസ് പിടികൂടിയത്. വടകര മയ്യന്നൂർ പാലോല പറമ്പത്ത് വീട്ടിൽ മുഹമ്മദ് നജീർ, ഇരട്ടി ഉളിക്കൽ പൂമനച്ചി വീട്ടിൽ മുബഷിർ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ S. അൻഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം നടിച്ച ശേഷം പട്ടാമ്പി കൂട്ടുപാത സ്വദേശിയായ യുവതിയിൽ നിന്ന് 35 പവൻ സ്വർണം തട്ടിയെടുത്ത പരാതിയിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ജുവലറി ഉടമയെന്ന വ്യാജാനെ വടകര സ്വദേശിയായ മുഹമ്മദ് നജീർ ഇൻസ്റ്റഗ്രാമിലൂടെ യുവതിയെ പരിചയപ്പെട്ട ശേഷം പഴയ സ്വർണം കാണിച്ചു കൊടുത്താൽ പകരം പണവും കൊടുത്ത സ്വർണവും നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച ശേഷം കണ്ണൂർ ഉളിക്കൽ സ്വദേശിയായ മുബഷിറുമായി ചേർന്ന് പട്ടാമ്പിയിലെത്തിയ ശേഷം യുവതിയിൽ നിന്ന് 35 പവൻ സ്വർണ്ണാഭരണം വാങ്ങിയ ശേഷം കടന്നു കളയുകയായിരുന്നു. തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ കേസിന്റെ അന്വേഷണത്തിനായി പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ S. അൻഷാദിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ച് ഉത്തരവിറക്കുകയും തുടർന്ന് അന്വേഷണ സംഘം 2 സംഘമായി തിരിഞ്ഞ് ബാംഗ്ലൂരു, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായി വിവരം ലഭിക്കുകയും പ്രതികളെ പോലീസ് സംഘം പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. പോലീസിനെ കണ്ട ഒരു പ്രതി പോലീസിനെ വെട്ടിച്ച് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നും അടുത്തുള്ള തെങ്ങിലേക്ക് ചാടി ഊർന്നിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് പിറകെയോടി പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. അറസ്റ്റിലായ മുഹമ്മദ് നജീർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് കുറ്റ്യാടി, വളയം, തലശ്ശേരി, വടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ടെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. കൂട്ടുപ്രതിയായ മുബഷിർ MDMA കടത്ത്, അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതിയാണ്. അറസ്റ്റ് ചെയ്ത പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂറ്റനാട് മല റോഡിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെയായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്നും പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയും എടപ്പാൾ ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ ചായ മക്കാനിയുമായി ചർക്ക. 1 ലക്ഷത്തോളം രൂപ ഈ വേറിട്ട പരിപാടിയോടെ സമാഹരിക്കാൻ കഴിഞ്ഞു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ചർക്കിലേക്ക് ലഭിച്ച നിർധനരും
നിരാലംബരുമായ നിത്യരോഗികളുടെ ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷകളിന്മേൽ സഹായമെത്തിക്കാനുള്ള ധനശേഖരണാർത്ഥമാണ് ഒന്നിപ്പ് എന്ന പേരിൽ ചായയും നന്മയുടെ ചേർന്നിരിപ്പും എന്ന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തവും നാട്ടിലെ കലാകാരന്മാരും പാട്ടുകാരുമെല്ലാം അണിചേർന്ന് പരിപാടിക്ക് കൊഴുപ്പേകി. ചായയും ലഘുപലഹാരവും കഴിച്ചവരും പരിപാടി വീക്ഷിക്കാനെത്തിയവരും കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സഹായവുമായി കൂടെ ചേർന്നപ്പോൾ 1,02,200 രൂപയാണ് സംഭാവനയായി ലഭിച്ചത്. ഈ തുക വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും അർഹരായ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് സർക്കാർ ചെയർമാൻ റിയാസ് മുക്കോളി പറഞ്ഞു. പരിപാടിയിൽ PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, TY ഷിഹാബുദ്ദീൻ, അസീസ് പട്ടാമ്പി, R നാരായണസ്വാമി, R രാമദാസ്, ഇസ്മയിൽ വിളയൂർ, ഗീതാ മണികണ്ഠൻ, റഷീദ് കൈപ്പുറം, ജിതേഷ് മൊഴിക്കുന്നം, EP യൂസഫ്, P രൂപേഷ്, ജയശങ്കർ കൊട്ടാരത്തിൽ, ചെമ്പൻ സിദ്ദിഖ്, സലിം കള്ളാടിപ്പട്ട, ഷാഫി മരുദൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ഒരു പരിപാടിക്ക് എല്ലാവരാലും വലിയ സഹായം കിട്ടി. ഒരുപാട് പേര് രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന് ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചു. നമുക്കറിയാം, ഈ നോട്ടുകൾ എണ്ണുമ്പോൾ അതിൽ പലതരത്തിലുമുള്ള നോട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചു. കൈയിൻ്റെ വിയർപ്പ് പറ്റിയിട്ടുള്ള ചെറിയ അക്കങ്ങളുള്ള നോട്ടുകൾ ഉൾപ്പെടെ അതൊക്കെ സത്യത്തിൽ അവരനുഭവിക്കുന്ന കഠിനാധ്വാനവും പ്രയാസവും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ കയ്യിലുള്ള തൻ്റെ ഒരു വിഹിതം അതിലേക്ക് നൽകുക എന്ന വലിയൊരു മനസ്സാണ് പലരും കാണിച്ചത്. ഏതായാലും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തന്ന് ഈ ഒരു ചടങ്ങ് ഏറ്റവും ഹൃദ്യമാക്കിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഇവിടെ ഇത്തരമൊരു പ്രോഗ്രാമിൽ താങ്ക് യു. ഏതായാലും ഇനി ദീർഘിച്ചു പോകുന്നില്ല. 5:30 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമാണ്. ഇപ്പോൾ ഏറെ വൈകി. നമ്മുടെ ഈ ഒരു പരിപാടി നടത്തിയതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളുമായി സർക്കാർ നൽകിയിട്ടുള്ള ചില അപേക്ഷകളുണ്ട്. വലിയ ഗുരുതരമായ രോഗം ബാധിച്ച, ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള, വൃക്കരോഗം ബാധിച്ച, അങ്ങനെ നിരവധി ആളുകളുടെ അപേക്ഷകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച എല്ലാ അപേക്ഷയിലും നമുക്കൊരു പരിഹാരം കാണാനോ അവർക്ക് മാന്യമായ തുക നൽകാനോ നമുക്ക് സത്യത്തിൽ സാധ്യമല്ല. എന്നാലും നമുക്ക് ആദ്യം നൽകിയിട്ടുള്ള അപേക്ഷകൾ പരിഗണിച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു ചെറിയ സംഭാവന അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹം അവർക്ക് നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമേ ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി ഒരുക്കുന്ന 12ാമത് സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമാകും. മത്സരത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മത്സരത്തിലെ ആദ്യ 2 സ്ഥാനങ്ങളിലെ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകും. സെവൻസ് ഫുട്ബോളിൽ പ്രശസ്തമായ കേരളത്തിലെ പേരുകേട്ട ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ GCC ചാലിശ്ശേരിയും ORPC കേച്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടും. PKS പെരിങ്ങോട് ലോക്കൽ സമ്മേളനം പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി ഹാളിൽ PKS തൃത്താല ഏരിയ സെക്രട്ടറി KP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. OT അശോകൻ അധ്യക്ഷനായി. ഏരിയ പ്രസിഡന്റ് AM രാജൻ, ഏരിയ കമ്മിറ്റി മെമ്പർ KV സുന്ദരൻ, CPM പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A കുട്ടിനാരായണൻ, PV പ്രിയ, KT മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. KT മോഹൻദാസ് പ്രസിഡന്റ്, OT അശോക് സെക്രട്ടറി, MS ബിനീഷ് ട്രഷറർ എന്നിവരുൾപ്പെടെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. നമ്മുടെയൊക്കെ ധാരണ അമ്പലത്തെ പൂജ ചെയ്യാൻ അധികാരം നമ്പൂരിക്ക് മാത്രമേ ഉള്ളൂല്ലേ? വ്യത്യസ്ത അങ്ങനല്ലേ? അമ്പലങ്ങൾ പൂജ ചെയ്യാൻ പൂജാരിമാരാണ്, അത് നമ്പൂതിരിമാരാണ് എന്നൊരു കാഴ്ചപ്പാടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പൂജാതി കർമ്മങ്ങൾ പഠിക്കാനുള്ള കോഴ്സ് പഠിക്കാനുള്ള കോളേജുകളുണ്ട് കേരളത്തിൽ. പൂജാതി കർമ്മം പഠിക്കാൻ ആവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പൂജാതി കർമ്മം പഠിച്ചു വരുന്ന ആർക്കും എന്താവാം, പഠിച്ച് ജയിച്ചു വരുന്ന ആർക്കും പൂജാരിയാവും. ഹിന്ദു മതത്തിൽപ്പെട്ടവരായാൽ മാത്രം മതി. അതാ നിയമം. ആ നിയമം യഥാർത്ഥം നടപ്പിലാക്കിയ സംസ്ഥാനത്തിന് കേരളം എന്നാണ്. ഇവിടെ 79ഓളം വരുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ 79ഓളം വരുന്ന അബ്രാഹ്മണനായ ആളുകൾ ഇന്ന് പൂജിക്കുകയാണ് കേരളത്തിൽ. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.